സർവമത പ്രാർത്ഥനയോടെ അവർ നിത്യശാന്തതയിലേക്ക്. ക്രൈസ്തവ മതാചാരപ്രകാരവും ഹൈന്ദവ മതാചാരപ്രകാരവും ഇസ്ലാം മതാചാരപ്രകാരവും പ്രാർത്ഥനകളും അന്ത്യോപചാരവും ഒരുമയോടെ കഴിഞ്ഞവർ ഒന്നിച്ച് മണ്ണിലേക്ക് മടങ്ങി. പുത്തുമലയിൽ 30 മൃതദേഹങ്ങളും 158 ശരീരഭാഗങ്ങളും ഇന്നലെ കൂട്ടപ്രാർത്ഥനയോടെ സംസ്കരിച്ചപ്പോൾ ഇന്ന് സംസ്കാരം നടന്നത് 24 പേരുടേത്. 2 മൃതശരീരങ്ങളും 20-ലധികം തിരിച്ചറിയപ്പെടാതെ പോയ ശരീരഭാഗങ്ങളും ഒന്നിച്ച് അന്ത്യവിശ്രമം കൊള്ളും. മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ കുഴിമാടങ്ങൾക്കരികിലേക്കെത്തി. ആരുടെയൊക്കെയോ ആരെല്ലാമോ ആയിരുന്നവർ അനാഥരായി വെള്ളപുതച്ച് കിടന്നു. ആര് എന്ത് എന്നൊന്നും അറിയാത്തവർ ഒരുമിച്ച് 6 അടി മണ്ണിൽ. ഉറ്റവരെ ചേർത്ത് പിടിച്ച് നാടാകെ വിങ്ങിപ്പൊട്ടി. പേരറിയാത്ത ശരീരങ്ങൾക്കെല്ലാം അടയാളം വെറും നമ്പരുകൾ മാത്രം. ഇവർക്ക് ഓരോരുത്തർക്കുമുള്ള മേൽവിലാസം DNA സാമ്പിളുകൾ മാത്രം. DNA പരിശോധനയുടെ ഫലം വന്നാൽ മറവ് ചെയ്ത മൃതദേഹങ്ങൾക്ക് മേൽവിലാസമുണ്ടായേക്കാം. ആർക്കെങ്കിലും നാളെ DNA ടെസ്റ്റ്, ഈ ശരീരഭാഗങ്ങളുടെയും മൃതശരീരങ്ങളുടെയും DNA ടെസ്റ്റ് നമുക്ക് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ക്യാമ്പിലുള്ളവരുടെ രക്തസാമ്പിളുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ മാധ്യമങ്ങളിലൂടെ ഒരു അഭ്യർത്ഥന നടത്താനുള്ളത്, ഈ ആളുകളെ കാണാനില്ല എന്ന് പറയുകയും അത് ഉറപ്പിക്കുകയും ചെയ്ത ബന്ധുക്കളുണ്ടെങ്കിൽ നിർബന്ധമായും അവരുടെ രക്തസാമ്പിളുകൾ എടുക്കാൻ തയ്യാറായി നമ്മുടെ മുമ്പിലേക്ക് വരണം. മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും സേനാ പ്രതിനിധികളും സന്നദ്ധ സംഘടനകളുമടക്കം 100 കണക്കിന് ആളുകൾ പുത്തുമലയിലേക്ക് ഇന്നും ഓടിയെത്തി. തന്നാൽ കഴിയും വിധം കേരളം ഒറ്റക്കെട്ടായി അവർക്ക് വിട നൽകി. വയനാട്ടിൽ നിന്നും 150ഉം നിലമ്പൂരിൽ നിന്നും 76 മൃതദേഹങ്ങളാണ് ഇതേവരെ രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തത്. വയനാട്ടിൽ നിന്നും 24, നിലമ്പൂരിൽ നിന്നും 157, അങ്ങനെ 181 ശരീരഭാഗങ്ങളും ഇതുവരെ കണ്ടെടുത്തിട്ടുണ്ട്. 154 പേരെ കാണാതായി എന്നാണ് കണക്ക്. 88 പേർ ഇപ്പോഴും ആശുപത്രികളിലാണ്. ഉരുളിൽ ചിതറിത്തെറിച്ച ജീവനുകൾ ഒന്നിച്ച് ജാതിമത ഭേദമില്ലാതെ മണ്ണിനോട് അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഉരുളവശേഷിപ്പിച്ച ജീവനുകൾ ഇപ്പോഴും മരവിച്ചിരിപ്പാണ്. കാത്തിരിപ്പിലാണവർ. എന്നെങ്കിലും ഉറ്റവരും ഉടയവരും തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.